കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം വിശ്വാസികളുടെ മനസ്സിൽ ഒരുപാട് പ്രത്യേകതകളുള്ള പുണ്യസ്ഥലമാണ്. കാട്ടിലെ അമ്പിന്റെ ഉറവ എന്നർത്ഥം വരുന്ന കാടാമ്പുഴ എന്ന പേര് മഹാഭാരതത്തിലെ കിരാതകഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടതാണ്. ശ്രീ പാർവതീദേവിയെ വനദുർഗയുടെ രൂപത്തിൽ കിരാതഭാവത്തിൽ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഭക്തരുടെ ആഗ്രഹങ്ങൾ ത്വരിതമായി സാഫല്യമാക്കുന്ന ത്വരിതാ ഭഗവതിയുടെ സാന്നിധ്യത്തിൽ പ്രസിദ്ധമാണ്. എന്നാൽ ഇവിടെ ഒരു വിഗ്രഹം കാണാൻ കഴിയില്ല. പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ. ഈ കണ്ണാടിയിൽ ഭക്തർ കാണുന്നത് അവരുടെ പ്രതിബിംബം തന്നെയാണ്. ഭക്തനും ഭഗവതിയും ഒന്നുതന്നെയാണെന്ന അദ്വൈത വിശ്വാസമാണ് ഇതിന് പിന്നിലുള്ളത്. ശ്രീചക്ര ചൈതന്യത്തിലൂടെ ദേവിയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. മഹാഭാരതത്തിലെ കഥാപാഠങ്ങളായ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ശത്രുത ചെറുപ്പം മുതലേ ആരംഭിച്ചിരുന്നു. ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർക്ക് വനവാസവും അജ്ഞാതവാസവും ചെയ്യേണ്ടി വന്നു. ഈ കാലഘട്ടം കഴിഞ്ഞാൽ യുദ്ധം ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അർജുനൻ യുദ്ധത്തിൽ ജയിക്കാൻ ശക്തി നൽകുന്ന പാശുപതാസ്ത്രം ലഭിക്കാനായി പരമശിവനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അർജുനന്റെ കഠിനമായ തപസ്സിൽ ശിവൻ സംതൃപ്തനായി. എന്നാൽ അർജുനന്റെ അഹങ്കാരം കണ്ട് ശിവൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ശിവനും പാർവതിയും കാട്ടാളനും കാട്ടാള സ്ത്രീയുമായി വേഷം മാറി കാട്ടിലെത്തി. അർജുനന്റെ തപസ് തടസ്സപ്പെടുത്താൻ ദുര്യോധനൻ മൂകാസുരനെ ഒരു പന്നിയുടെ രൂപത്തിൽ അവിടേക്ക് പറഞ്ഞയച്ചു. പന്നിവേഷത്തിലെത്തിയ മൂകാസുരനെ കാട്ടാളൻ അമ്പെയ്തു. അതേസമയം തന്നെ തപസ്സിൽ നിന്നുണർന്ന അർജുനനും പന്നിയെ അമ്പെയ്തു വീഴ്ത്തി. പന്നിയെ കൊന്നത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കാട്ടാളൻ അർജുനനുമായി തർക്കത്തിലേർപ്പെട്ടു. തന്റെ അമ്പെയ്ത്തിന്റെ കൂട്ടത്തിൽ എന്തിനാണ് നീയും അമ്പെയ്തത്? അത്ര വലിയ കേമനാണെങ്കിൽ നമുക്കൊരു യുദ്ധം നടത്താമെന്നും കാട്ടാളൻ അർജുനനോട് വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളിയിൽ അർജുനൻ കുപിതനായി. ഇത് കണ്ട പാർവതി ഭയപ്പെട്ടു. കാന്ത, അർജുനനെ വിഷമിപ്പിക്കാതെ വരം നൽകി അനുഗ്രഹിക്കൂ എന്ന് കാട്ടാള സ്ത്രീയായിരുന്ന പാർവതി ശിവനോട് അപേക്ഷിച്ചു. എന്നാൽ കാട്ടാള വേഷത്തിലായിരുന്ന ശിവൻ പാർവതിയുടെ അപേക്ഷ ചെവിക്കൊണ്ടില്ല. പാർവതി അർജുനനെ ഈ കാട്ടാളൻ ശിവനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അർജുനൻ അത് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല പാർവതിയെ അപമാനിക്കുകയും ചെയ്തു. ഇതിൽ കോപം വന്ന പാർവതി അർജുനനെ ശപിച്ചു. നീ എയ്യുന്ന അമ്പുകൾ കാട്ടാളനിൽ പുഷ്പങ്ങളായി തീരട്ടെ, നിന്റെ ആവനാഴിയിലെ അമ്പുകൾ ഇല്ലാതാകട്ടെ. അഹങ്കാരിയായ അർജുനൻ ആവനാഴിയിൽ അമ്പില്ലാതായപ്പോൾ ദുഃഖിതനും അപമാനിതനുമായി. പിന്നീട് വില്ലുകൊണ്ടും മുഷ്ടികൊണ്ടും യുദ്ധം തുടർന്നു. ഒടുവിൽ പരാജയപ്പെട്ട അർജുനനെ കാട്ടാളൻ എടുത്തെറിഞ്ഞു. ബോധം വന്നപ്പോൾ അർജുനൻ താൻ യുദ്ധം ചെയ്തത് ശിവനും പാർവതിയുമായാണെന്ന് മനസ്സിലാക്കി മാപ്പപേക്ഷിച്ചു. അർജുനന്റെ അഹങ്കാരം പൂർണ്ണമായും ഇല്ലാതായെന്ന് മനസ്സിലാക്കി ശിവനും പാർവതിയും അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പാശുപതാസ്ത്രം നൽകി. ഈ കിരാത കഥയിലെ കാട്ടാളരൂപിയായ പാർവതിയാണ് കാടാമ്പുഴയിലെ പ്രതിഷ്ഠ. ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി ത്വരിതാ ഭഗവതി എന്ന ഭാവത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. പാശുപതാസ്ത്രം അനുബന്ധിച്ചിട്ടുള്ള ഐതിഹ്യമാണ് കാടാമ്പുഴയ്ക്കുള്ളത്. അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്യുക, അത് ശിവനും പാർവതിയും അതിനുവേണ്ടി കാട്ടിലാണ് തപസ് ചെയ്തതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ശിവൻ പാർവതി അർജുനന് കുറച്ചൊരു അഹങ്കാരം ഉണ്ട്, അപ്പോൾ അതില്ലാതാക്കിയിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ശിവനും പാർവതിയും പോകുന്നത്. അപ്പോൾ പാർവതി ചോദിക്കുന്നുണ്ട് ശിവനോട്, ഇത്രയും മഹാകേമനായ അർജുനന് അഹങ്കാരം, അപ്പോൾ അഹങ്കാരം ഉണ്ടോയെന്ന് ചോദിക്കുക. അപ്പോൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, വരൂ, ഞാനതൊരു പരീക്ഷണത്തിലൂടെ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പാർവതിയും ശിവനും വേഷം മാറി കാട്ടാളനും കാട്ടാളത്തിയായിട്ട് വരികയാണ്. അപ്പോൾ അർജുനൻ്റെ തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു പന്നിയെ ശിവൻ പറഞ്ഞയച്ചു. ആ പന്നി വന്ന് അർജുനൻ്റെ തപസ് ഇളക്കുമ്പോൾ അർജുന് ദേഷ്യം വരികയും ആ ദേഷ്യത്തിൽ പന്നിയെ കൊല്ലാൻ വേണ്ടി ഒരു അമ്പ ചെയ്തു. അതേ സമയത്ത് തന്നെ കാട്ടാളനും അതേ സമയത്ത് തന്നെ ഒരു അമ്പ ചെയ്ത് പന്നിക്ക് മേലെ അയച്ചു. അപ്പോൾ പന്നി മരിക്കുകയും ചെയ്തു. അതിനുശേഷം അർജുനനും ശിവനും തമ്മിൽ തർക്കമുണ്ടായി. ശിവൻ പറഞ്ഞു, ഞാൻ ചെയ്ത അമ്പ് കൊണ്ടാണ് പന്നി സത്തതെന്നും അല്ല എൻ്റെ ഇതുകൊണ്ടാണെന്ന് അർജുനനും. അവർ തമ്മിൽ വാക്കുകേർക്കും. പിന്നെ അത് ഒരു ദ്വന്ദ്വയുദ്ധത്തിലേക്ക് വന്നു, ഒരു പോരാട്ടം തന്നെയായി. അപ്പോൾ അവസാനം അവർ ആയുധങ്ങൾ ഉപയോഗിച്ച് എടുക്കാൻ തുടങ്ങി. അപ്പം അർജുനൻ്റെ
അർജുനൻ അമ്പ് ചെയ്യും, ശിവൻ ഇങ്ങോട്ട് അമ്പ് ചെയ്യും. അതിന് കുറേ ആയപ്പോൾ രണ്ടാളും നിർത്തണില്ല, രണ്ടാളും പരാജയപ്പെടുന്നില്ല. അവസാനം ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പാർവതിക്ക് തോന്നി. അവസാനം ശിവനാച്ചാൽ കൈ അമ്പ ചെയ്തിട്ട് ചോരയും ഇതൊക്കെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ പാർവതിക്ക് വിഷമം തോന്നി. അവസാനം പാർവതി പറയുന്നുണ്ട്, അർജുനൻ ചെയ്ത അമ്പ മുഴുവൻ പൂവായി മാറട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അർജുനൻ മനസ്സിലായത് സാധാരണക്കാരല്ല, ഒരു ദിവ്യ ഉള്ള ആൾക്കാർ, കാട്ടാളത്തിയാണ്. ഇല്ലാളി വീരൻ കേമൻ എന്നൊരു ധാരണ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി. പാശുപദാസ് എന്ന് പറഞ്ഞിട്ട് അവിടുന്നാണ് വരം കൊടുത്തത്. ഐതിഹ്യമനുസരിച്ച് അർജുനന്റെ അമ്പുകൾ പുഷ്പങ്ങളായി മാറിയതിന്റെ ഓർമ്മയ്ക്കായാണ് പൂമൂടൽ എന്ന വഴിപാട് ഇവിടെ പ്രധാനമായത്. കൂടാതെ ശിവനും പാർവതിയും കാട്ടാള രൂപത്തിൽ ഒന്നിച്ചെത്തിയപ്പോൾ അവർക്കൊരു ദിവ്യ ശിശു ജനിച്ചുവെന്നും അവൻ വേട്ടയൊരു മകൻ എന്ന നാമത്തിൽ ആരാധിക്കപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു. കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ല. എന്നാൽ കേരളീയ ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം തീർത്ഥാടനം ചെയ്യുന്നതിനിടെ കാടാമ്പുഴ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക തേജസ് കണ്ടു. അതിനെ പിന്തുടർന്നു ചെന്നപ്പോൾ ആ തേജസ് ഭൂമി പിളർന്നുണ്ടായ ഒരു ദ്വാരത്തിലേക്ക് ലയിച്ചു. കാര്യം മനസ്സിലാകാതെ ശങ്കരാചാര്യർ ധ്യാനിച്ചപ്പോൾ അത് കിരാത പാർവതിയാണെന്നും ത്വരിതഭാവത്തിലാണെന്നും മനസ്സിലായി. ഉടൻ തന്നെ അടുത്തുള്ള കാടാമ്പുഴ വാര്യരിൽ നിന്ന് പൂജാ സാമഗ്രികൾ വരുത്തി വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു. ശ്രീകോവിലിനുള്ളിൽ ദേവി ലയിച്ച ആ ദ്വാരമാണ് പ്രധാന ചൈതന്യസ്ഥാനം. ദ്വാരത്തിന് 6 ഇഞ്ച് ചുറ്റളവുണ്ട്. ദേവിയുടെ ഉഗ്രത കുറയ്ക്കുന്നതിനായി ശങ്കരാചാര്യർ ശ്രീകോവിലിന് പുറത്ത് അഭിമുഖമായി നരസിംഹത്തെയും സുദർശനത്തെയും പ്രതിഷ്ഠിച്ചു. പ്രധാന പ്രതിഷ്ഠ കിഴക്ക് ദർശനമായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഭഗവതിയുടെ ദർശനം പടിഞ്ഞാറോട്ടാണ്. ശ്രീകോവിലിന് മേൽക്കൂരയില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. വനദുർഗാഭാവത്തിലുള്ള ദേവി ആയതുകൊണ്ടാണ് ഇതെന്ന് സങ്കല്പിക്കപ്പെടുന്നു. ദേവി പ്രകൃതിയുടെ ഭാഗമാണെന്നും പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിട്ട് ഏറ്റുവാങ്ങുന്നുവെന്നും ഇതിലൂടെ സൂചിപ്പിക്കുന്നു. ശങ്കരാചാര്യർ ദേശാടന പോണ സമയത്ത് ഇവിടെ ഒരു ജ്യോതിസ് കണ്ടു. അപ്പോൾ വന്ന് എന്താ നോക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോൾ ഈ തേജസ് കൊണ്ട് അടുക്കാൻ പറ്റിയില്ല. ഈ സുദർശനവും നരസിംഹത്തിനെയും ധ്യാനിച്ചപ്പോൾ അവിടെ ആ ഒരു തേജസ് ഒരു ദ്വാരത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്ന സങ്കല്പം, അങ്ങനെ ഐതിഹ്യം പറയുന്നുണ്ട്. അതിലാണ് ശക്തി ഇറങ്ങിയിരിക്കുക എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ അടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുക്ക് ആ തേജസ് കൊണ്ട് അടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ സുദർശനവും നരസിംഹം കൂടിയും ഒരു ബിംബത്തിൽ തന്നെ അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ട് അതുകൊണ്ട് ആ ശക്തി അയക്കാണ്ട് ഇറങ്ങിപ്പോയി. എന്നാലും ആ തേജസ് ഇപ്പോഴും അവിടെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്, ആ അഴയിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത്. പൂമൂടലിന് എല്ലാ പൂജകളെല്ലാം അഭിഷേകങ്ങളെല്ലാം അവിടെ ചെയ്യണത്. അതിപ്പോൾ ഒരു പീഠത്തിന് മുകളിൽ ഒരു 1.5 ഇഞ്ച് വ്യാസത്തിലൊരു ദ്വാരമുള്ളത്. അത് ഒരു പീഠമാണ്. ആ വ്യാസത്തിന് അതിൻ്റെ മുകളിൽ ഒരു വെള്ളിയുടെ മൂടി വെച്ചിട്ടുണ്ട്. അതിൽ അഭിഷേകം ജലമൊക്കെ അതിലേക്ക് പോകും. പൂമൂടൽ പൂജ എല്ലാം അവിടെ തന്നെ, അഭിഷേകം എല്ലാം അവിടെ തന്നെ ചെയ്യാം. അതിൻ്റെ തൊട്ട് പുറകിലേക്ക് ഒരു വാൽക്കാണണ്ടി തറമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ പഴുത്ത് ഈയിടെ 4 കൊല്ലം മുമ്പേ ഒരാളൊരു ഭക്തൻ്റെ വഴിപാടായിട്ട് ഒരു ഗോളാകിയും ചാർത്തിയിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് ഈ അലങ്കാരങ്ങൾക്ക് ഈ മാലയ്ക്ക് തെച്ചിപ്പൂ മാല, തുളസി മാല, ഇതെല്ലാം താമര, ഇതൊക്കെയാണ് അലങ്കാരമാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. അപ്പോൾ ഈ പൂമൂടലാണ് ഉച്ചപൂജ സമയത്താണ്, ആദ്യത്തെ സ്നാനഘട്ടത്തിലാണ് ഈ പൂമൂടൽ വഴിപാട് ചെയ്യുക. ആ സമയത്താണ് ഈ പൂമൂടൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അലങ്കാരങ്ങൾ ചെയ്യുക. ആ സമയത്ത് ഈ മാലയാർത്തലും അലങ്കാരവും ഒക്കെ ആ സമയത്താണ് ചെയ്യുക. അപ്പോൾ കാര്യമായിട്ട് തെച്ചിപ്പൂവിന് തുളസി പൂവിന് പ്രാധാന്യം. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ക്ഷാമം വരുമ്പോൾ നമ്മൾ മറ്റുള്ള പൂക്കൾ ഉപയോഗിക്കുന്നു അർത്ഥം. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു. ശ്രീകോവിലിനുള്ളിൽ ഗണപതിയും സുബ്രഹ്മണ്യനും അദൃശ്യ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്നു. കൂടാതെ ശ്രീകോവിലിന് പുറത്ത് വടക്കുഭാഗത്ത് നാഗകന്യകമാരും തെക്കുഭാഗത്ത് പൂർണ്ണ പുഷ്കലാസമേതനായ ധർമ്മശാസ്താവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ സമീപത്ത് മാടമ്പിയാർ കാവ് എന്ന ശിവക്ഷേത്രവുമുണ്ട്. ഇവിടെ കിരാതമൂർത്തിയായ ശിവനാണ് മുഖ്യപ്രതിഷ്ഠ. ഈ ക്ഷേത്രം കാടാമ്പുഴ ദേവിയോടൊപ്പം എത്തിയ പരമേശ്വരന്റെ സാന്നിധ്യമായാണ് കണക്കാക്കപ്പെടുന്നത്. കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പൂമൂടലും മുട്ടറുക്കലുമാണ്. അർജുനൻ ശിവന് നേരെ ചെയ്ത അമ്പുകൾ പൂക്കളായി മാറിയതിന്റെ സ്മരണയ്ക്കാണ് പൂമൂടൽ വഴിപാട് നടത്തുന്നത്. ഇത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായി കണക്കാക്കപ്പെടുന്നു. ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ ഈ വഴിപാട് നടത്താൻ സാധിക്കുകയുള്ളൂ. ദേവിയുടെ തിടമ്പ് മാറ്റി
വെള്ളിത്തളികയിൽ ചെത്തിപ്പൂക്കൾ വർഷിച്ച് ദേവിയെ മൂടുന്നതാണ് ഈ ചടങ്ങ്. ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും നീക്കാൻ ഭക്തർ ചെയ്യുന്ന പ്രധാന വഴിപാടാണ് മുട്ടറുക്കൽ. ഭൂമിമുട്ട്, ഗൃഹമുട്ട്, വിദ്യാമുട്ട്, മംഗല്യമുട്ട്, സന്താനമുട്ട്, ശത്രുമുട്ട്, വാഹനമുട്ട് എന്നിങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾക്കായി ഇത് നടത്താം. ക്ഷേത്രക്കുളത്തിൽ നാളികേരം മുക്കി ശ്രീകോവിലിന് മുന്നിൽ വെച്ച് ഉടച്ചാണ് ഈ വഴിപാട് നടത്തുന്നത്. നാളികേരം ഉടയുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഈ 2 പ്രധാന വഴിപാടുകൾ കൂടാതെ ശാരീരിക അസുഖങ്ങൾക്കുള്ള ദേഹപുഷ്പാഞ്ജലി, ശത്രുദോഷം മാറാനുള്ള രക്തപുഷ്പാഞ്ജലി, 3 നേരം നടത്തുന്ന ത്രികാല പൂജ എന്നിവയും ഇവിടെ പ്രധാനമാണ്. ചടങ്ങുകൾ മുട്ടറക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. മുട്ടറക്കൽ, പൂമൂടൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ. പിന്നെ രക്തപുഷ്പാഞ്ജലി, ദേഹപുഷ്പാഞ്ജലി, നെയ്വിളക്ക്, മാല, ത്രികാല പൂജ, ഗണപതി ഹോമം, ഇങ്ങനെ കുറേ വഴിപാടുകളുണ്ട്. അധികം ആളുകൾ വരുന്നത് നാളികേരം ഉടയ്ക്കാനും അവരുടെ കാര്യസാധ്യത്തിനും വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അത് ഇവിടെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചൊവ്വ ദിവസങ്ങളിലൊക്കെ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്നത്. പിന്നെ ഒരു 10,000, 5,000, 10,000 ഒക്കെ കണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആളുകൾ വന്നു പോകുന്നുണ്ട്. ഇട ദിവസങ്ങളിൽ കുറവായിരിക്കും. നമ്മളിവിടെ പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ നമ്മൾ പ്രാതൽ ചായ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് എല്ലാവരും വരുന്ന എല്ലാവർക്കും നമ്മൾ പിന്നെ ചോറ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഊണ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അമ്പലത്തിൻ്റെ താഴെയൊക്കെ വഴിപാടിന് നിൽക്കുന്നവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ക്യൂ കോംപ്ലക്സ് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. കാടാമ്പുഴയിൽ വലിയ ഉത്സവങ്ങൾ സാധാരണയായി നടത്താറില്ല. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും കന്നിമാസത്തിലെ നവരാത്രിയുമാണ് പ്രധാന വിശേഷ ദിവസങ്ങൾ. വൃശ്ചികത്തിലെ കാർത്തിക നാൾ ഭഗവതിയുടെ പിറന്നാളായി ആഘോഷിക്കുന്നു. ഈ ദിനത്തിൽ പുലർച്ചെ 3:30 നട തുറക്കുന്നു. തൃക്കാർത്തിക ദീപങ്ങൾ തെളിയിക്കുന്നതോടെ പ്രത്യേക പൂജകളും പ്രസാദഊട്ടും നടക്കുന്നു. ആയിരക്കണക്കിന് ഭക്തർ ഈ ദിനത്തിൽ ദർശനത്തിനെത്തുന്നു. മഹാസരസ്വതി ഭാവമുള്ളതിനാൽ വിദ്യാരംഭ ചടങ്ങുകൾക്കും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ദുർഗാ ഭഗവതിയാണ് പ്രധാന ആരാധനാമൂർത്തി. ദുർഗാഷ്ടമിയും വിജയദശമിയും പ്രത്യേക പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. കൂടാതെ എല്ലാ വർഷവും ധനുമാസത്തിൽ ഋഗ്വേദ ലക്ഷാർച്ചനയും ക്ഷേത്രത്തിൽ നടക്കുന്നു. ചൊവ്വ, വെള്ളി, ഞായർ, പൗർണമി, അമാവാസി മാസത്തിലെ ആദ്യ ദിവസം, ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയ ദിവസങ്ങൾ ദേവീ ദർശനത്തിന് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ രാത്രി 7 മണി വരെയും ക്ഷേത്രനട തുറന്നിരിക്കും. കാടാമ്പുഴ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട്, തൃശൂർ, കോട്ടയ്ക്കൽ, തിരൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് റോഡ് മാർഗം എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ക്ഷേത്രങ്ങളിലൊന്നാണ് കാടാമ്പുഴ. അതുപോലെ മലബാർ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ക്ഷേത്രവും കാടാമ്പുഴയാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ജ്വലിക്കുന്ന പ്രതീകമാണ്. ശിവപാർവതിമാരുടെ കിരാതലീല, ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ, അദ്വൈത സങ്കല്പത്തിലെ ശ്രീചക്ര ചൈതന്യം, തനതായ വഴിപാടുകൾ എന്നിവ ഈ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നു. ഭക്തർക്കും സന്ദർശകർക്കും ഒരുപോലെ ആകർഷകമായ ഈ ദേവാലയം കേരളത്തിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു.